ഇന്ന് ഞങ്ങളുടെ കേരളത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേരള ട്രിപ്പിൻ്റെ. ഞങ്ങളിപ്പം ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലോട്ട് പോകാൻ തയ്യാറായി. രാവിലെ ഇപ്പം സമയമായി 5 o'clock. രാവിലെ 5 മണിയായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. റോഡ് ഇപ്പം നല്ല ക്ലിയറാണ്, മഴയൊന്നുമില്ല. ഇനി കേരളത്തിൽ കയറുമ്പോഴും മഴയുള്ളെന്നാണ് പ്രതീക്ഷ. നോക്കാം. ഇന്നത്തെ ദിവസത്തിന്റെ ആദ്യത്തെ ടോള് ദാബാസ്പേട്ടിൽ നിന്ന് ബാംഗ്ലൂരിലോട്ട് പോകുന്ന റിംഗ് റോഡിലോട്ട് പോകുന്നത്. രണ്ടാമത്തെ ടോളാണ് ഇന്നത്തെ ദിവസത്തെ. ഇപ്പൊ കഴിഞ്ഞത് ടോളല്ലായിരുന്നു, എൻട്രി ചെയ്യാനായിരുന്നു തോന്നുന്നു. പൈസയൊന്നും കട്ടായിട്ടില്ല. Take the exit to National Highway 48. ഈ റോഡിൽ കൂടെ കയറി കറങ്ങി റൈറ്റിലോട്ട്. In 600 meters, continue on to National Highway 48. കറങ്ങി അപ്പുറം നേരെ പോകുന്ന ഈ റോഡ് നേരെ പോകുന്ന ബാംഗ്ലൂർ സിറ്റിയിലോട്ട്. നമ്മൾ സിറ്റിയിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ഒത്തിരി കൺഫ്യൂഷൻ ആവും. റോഡ് ഗൂഗിള് കാണിച്ചാലും നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇതെനിക്കൊന്ന് നൈസ് റോഡിൽ കയറി കാണും ചിലപ്പോൾ നമ്മൾ അല്ലേ. ഇതിന്നത്തെ രണ്ടാമത്തെ ടോളാ. നമ്മളിപ്പം നൈസ് റോഡിലോട്ട് കയറുക, ബാംഗ്ലൂരിന്റെ നൈസ് റോഡ്. നൈസ് റോഡ് നല്ല നൈസാ കാണാൻ. രാവിലത്തെ ആ ഒരു ക്ലൈമറ്റ് എന്ന് വെച്ചാൽ രാവിലെ കാണുന്ന ആ ഒരു ഭംഗി നല്ലതാണ്. നമുക്ക് രാവിലത്തെ ആ ഭംഗി എത്ര കണ്ടാലും മതിയാവാത്ത രീതിയിൽ തോന്നുന്നു. അവിടെ നല്ല ബാംഗ്ലൂരിന്റെ ആ സിറ്റിയുടെ അവിടെ ഒക്കെ പോകുന്ന റഷ് രാവിലെ തന്നെ ഇത്രയും തിരക്കാണ് അവിടെ. ഇപ്പം ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ എങ്ങനെയായിരിക്കും? വെളിയിൽ നല്ല മഞ്ഞുമുണ്ട്. ബാംഗ്ലൂരിന്റെ ക്ലൈമറ്റ് എപ്പോഴും നല്ലതാണ്, ഒത്തിരി ചൂടില്ല. നൈസ് റോഡിൽ വലിയ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, സ്ലോ മൂവിങ് വെഹിക്കൽ കീപ് ലെഫ്റ്റ്. എന്നാലും നമ്മുടെ ട്രക്കുകാരെല്ലാം റൈറ്റ് പിടിച്ചോണ്ടേ പോകത്തുള്ളൂ. റൈറ്റും എടുക്കും ലെഫ്റ്റും എടുക്കും. നല്ല വ്യൂ ആണ്. ക്യാമറ എങ്ങനെ കാണുന്നതെന്ന് അറിയത്തില്ല. മഞ്ഞ് മൂടി കിടക്കുന്ന ഫ്രണ്ടിൽ കണ്ട നല്ല കാണില്ലേ. നല്ലതാണ്. രാവിലത്തെ ഒരു ഭംഗി ഒത്തിരി നല്ലതാണ്. ഫ്രണ്ടിന്റെ മഞ്ഞ് കണ്ടില്ലേ? ഒന്നും കാണാൻ വയ്യല്ലേ. ദൂരത്തെ കാണുന്നില്ല. നല്ല പക്ഷെ ക്യാമറയിൽ കുറച്ചെങ്കിലും വ്യൂ കിട്ടുന്നുണ്ട് ക്ലിയർ ആയിട്ട്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്രയും ക്ലിയർ അല്ല. മാറി ഇപ്പം ഘട്ടം വന്നില്ലേ സൂര്യൻ. ഇനി ഇന്നത്തെ മൂന്നാമത്തെ ടോളാ. നൈസ് റോഡ് തീർന്നെന്ന് തോന്നുന്നു. നേരെ പോയ ഹുസൂർ. നമുക്ക് ഹുസൂറിലാവട്ടെ. നേരെ പോട്ടെ ഹുസൂർ റോഡ്. താഴെ കൂടെ പോയിട്ട്
സർവീസ് റോഡ് തന്നെ കേട്ടോ. താഴെ ചെന്നിട്ട് പിന്നെ ആ റോഡിൽ കയറണം. ഇലക്ട്രോണിക് സിറ്റി റൈറ്റിൽ, മെട്രോ സ്റ്റേഷൻ. ഇലക്ട്രോണിക് സിറ്റിയുടെ മെട്രോ സ്റ്റേഷനാണ് റൈറ്റിൽ. ഇതിന് ഈ റോഡ് നേരെ പോകുന്ന ഹൊസൂർ, പിന്നെ കൃഷ്ണഗിരി, അങ്ങനെ ആ റൂട്ട് പോകും. രാവിലെ ആണൊക്കെ തന്നെ നല്ല തിരക്കുണ്ടല്ലേ. ഇവിടെ ഭയങ്കര തിരക്ക്. വൈകുന്നേരമൊക്കെ ഫുള്ള് ട്രാഫിക് ജാം ആയിരിക്കും ഇവിടെ. പണ്ട് നമ്മൾ തിരിച്ചു പോയപ്പോൾ നല്ല തിരക്കായിരുന്നു. 3/4 മണിക്കൂർ ജാമിൽ തന്നെ. മെട്രോ സ്റ്റേഷനാണ് റൈറ്റിൽ കാണുന്നത്. ഏതാ സ്റ്റേഷൻ? ഏവാഗോടി. നാലാമത്തെ ടോളാണ് ഇന്നത്തേത്. ഹുസൂർ ഇനി 3-4 കിലോമീറ്റർ ഉണ്ട് ഫ്രണ്ടിൽ. 7 കിലോമീറ്റർ ഉണ്ട്. കോയമ്പത്തൂർ നേരെ, കന്യാകുമാരി നേരെ, വെള്ളൂർ, ചെന്നൈ എല്ലാം നേരെ. ഇതിപ്പോ ഹുസൂറായി. നമ്മളിപ്പം തമിഴ്നാട്ടില് വെൽക്കം ടു തമിഴ്നാടു എൻട്രി ചെയ്ത്. തമിഴ്നാട്ടിൽ കയറുമ്പോ ആദ്യം വരുന്ന ഹൊസൂർ സിറ്റിയാണ്. ഹുസൂറിന്റെ ബൈപ്പാസിൽ കൂടെ നമ്മൾ പോവുക കോയമ്പത്തൂരിലോട്ട്. അതിന്റെ ഹുസൂർ കഴിഞ്ഞിട്ട് ഇനി കൃഷ്ണഗിരി വരും. പിന്നെ കൃഷ്ണഗിരി, ധർമ്മപുരി. ഇത് ഹുസൂർ സിറ്റിയാ. അതിന്റെ ബൈപ്പാസിൽ കൂടെ പോവുക. ഇത് സനാമ റിസർവ് ഫോറസ്റ്റ്, തമിഴ്നാടിന്റെ. 2 സൈഡിലും ഫോറസ്റ്റ്. കാറ്റാടിയുടെ വിങ് കണ്ടില്ലേ ദൂരെ കാണുന്നു. എത്ര നീളമുണ്ട് ഇന്ന്. രാത്രിയിലേ പോകാനൊക്കത്തുള്ളൂ. അതിന്റെ പുറേ എക്സ്കോട്ട് വണ്ടി കണ്ടില്ല. പുറയിലൊരു വണ്ടിയാണ്. ഇത് 2 എണ്ണമാണ്. ഫ്രണ്ടിന്റെ വ്യൂ കണ്ടില്ലേ. മലയായിരുന്നു ഫ്രണ്ടിൽ. മേഘം നല്ല കാണല്ലേ. നമ്മളിപ്പം കൃഷ്ണഗിരി അടുത്തോണ്ടിരിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടൽ ശ്രീ സർവണ ഭവൻ, ഹുസൂറും കൃഷ്ണഗിരിയുടെ ഇടയ്ക്കാണ്. കൃഷ്ണഗിരി ഇനി ഇവിടുന്ന് ഒരു 27 കിലോമീറ്റർ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിപ്പം 3/4 മണിക്കൂർ എടുത്തതിന് തന്നെ. ഇവിടെ ഹോട്ടൽ സർവണ ഭവൻ അവിടെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അതിനകത്ത് 3 മസാല ദോശ, 3 ഫിൽറ്റർ കോഫി, 3 വടയും, പിന്നെ ഒരു കേസരി, എല്ലാം കൂടെ 520 ആയി. റീസണബിൾ ആയിരുന്നു, ടേസ്റ്റ് നല്ലതായിരുന്നു. ഒറ്റ പാറയാ മലയുടെ. നോക്ക്, ഒറ്റ പറയാന്നോ? ഒറ്റ പാറയിലാണ് എനിക്ക് കാണാൻ. ദൂരെ നല്ല ഭംഗിയുണ്ട്. അടുത്ത് വരുമ്പോ അറിയാം ഒറ്റ പാറയാന്ന്.
ഒരൊറ്റ പാറയാണെന്നാ തോന്നിയത് വലിയ. നല്ലോണ്ട് കാണാൻ. അടുത്തൊരു ടോൾ വന്നു, കൃഷ്ണഗിരി ടോൾ പ്ലാസ. കൃഷ്ണഗിരി അടുത്ത്. ഇത് കൃഷ്ണഗിരി ബൈപ്പാസിൽ കൂടെ പോകുന്നത്. ചെന്നൈക്ക് എക്സിറ്റ് ലെഫ്റ്റിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട്. ഇത് നേരെ ഇനി സേലമിലോട്ട്, സേലം കോയമ്പത്തൂർ അങ്ങോട്ട് പോകും. ഇപ്പം സമയം 9 മണിയായി. കിലോമീറ്റർ ഓടിയ 175. ഇതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇച്ചിരി കൂടുതൽ സമയമായി അടുത്തവിടെ. രാവിലെ 5 മണിക്ക് ദോബാസ്പേട്ടിൽ നിന്ന് തിരിച്ചായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. 4 മണിക്കൂറായി ഡ്രൈവിംഗ്. ഈ കിടക്കുന്ന കുറെ ഓടാൻ. ഇപ്പം ലെഫ്റ്റിലോട്ട് തിരിയുന്ന ധർമ്മപുരി എന്ന് പറഞ്ഞ സ്ഥലത്തിലോട്ടാണ്. നമ്മളതിന്റെ ബൈപ്പാസിൽ കൂടെ ഫ്രണ്ടിൽ പോയി ഇനി അടുത്ത സേലം വരും. റോഡ് കണ്ടു കിടക്കുന്ന കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. ഈ തമിഴ്നാട്ടിന്റെ ഒക്കെ റോഡ് ഒത്തിരി ദൂരം വരെ കാണാനും നമുക്ക്. സ്ട്രേറ്റ് റോഡാണ്. സ്ട്രേറ്റ് റോഡാണ്. അത് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും നല്ല ഇറങ്ങി കാണാം. ഇപ്പൊ 120 സ്പീഡാ. അകത്തിരിക്കുമ്പോ അറിയത്തില്ല. അതില്ലേ നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഇത് ധർമ്മപുരി. ഇനി ഇങ്ങോട്ട് കന്യാകുമാരി ഹൈവേ. ഇത് ശ്രീനഗർ കന്യാകുമാരി ഹൈവേ NH44. ഇവിടുന്ന് നേരെ താരോട്ട് പോയ കന്യാകുമാരി, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ശ്രീനഗർ, ജമ്മു കാശ്മീർ. പാളയം ടോൾ പ്ലാസ, അടുത്ത ടോൾ പ്ലാസ വന്നു. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ തന്നെ. സേലം നേരെ 47, മെട്ടൂർ 46, ദിണ്ടിഗുൾ 229, കൊച്ചി 424 കിലോമീറ്റർ. ഇവിടെ ഒരു ഘാട്ടാണ് നമ്മൾ ഇറങ്ങിപ്പോന്നെ. ഇവിടെ ആക്സിഡന്റ്സ് ഒത്തിരി ആവേണ്ട ചാൻസ്. അവിടെ വിളിച്ചു പറയാം, സെക്കൻഡ് ഗിയറിലേ പോകാനൊക്കത്തുള്ളൂ. ഇവിടെ ഇറക്കോ, ഇവിടെ ആക്സിഡന്റ്സ് ഒത്തിരി ആവും. കാറിന് പ്രോബ്ലം ഇല്ല അത്രയും. ഈ ട്രക്സിന് ലോഡായിട്ട് ഇറങ്ങാൻ വരെ സ്പീഡിലായിട്ട് ഇറങ്ങാനൊക്കത്തില്ല. ഗോ സ്ലോ എന്ന് അവര് വിളിച്ചോണ്ടിരിക്കും. ഷാർപ്പ് ടേൺ. വണ്ടിയാകുമ്പോൾ ഇല്ല, അത് സ്പീഡിൽ പോകും. ഇറക്കാകുമ്പോൾ 3rd 4th ഗിയറിൽ ഒന്നും കൂടെ സ്പീഡ് പിടിക്കും. അതിനപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെയും നല്ല ഗ്രീനറി ഉണ്ട്. തമിഴ്നാടായാലും ചൂട് സമയമായാലും നല്ല ഗ്രീനറി ഉണ്ട്. വെള്ളമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. മഴയൊക്കെ കിട്ടുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ മഴക്കാലം നവംബർ മാസം തൊട്ടല്ലേ തുടങ്ങുന്നത്. പക്ഷെ അത് എല്ലായിടും ഇല്ലെന്ന് തോന്നുന്നു. സത്യമംഗലം കാട് എവിടെ? തമിഴ്നാട് ഈ സൈഡാണോ അതോ ഇത് തന്നെ? ഇവിടെ എങ്ങാണ്ട് ഈ ഏരിയ അവര് പറയുന്നത് കേൾക്കത്തില്ലേ? ഇത് തന്നെയാണോ? അറിയത്തില്ല. വീരപ്പന്റെ കാടല്ലായിരുന്നു? വീരപ്പൻ അടക്കി വാണിരുന്ന കാടാണ് സത്യമംഗലം കാട്.
ടോളിനൊരു കുറവില്ല ഇവിടെ. ഇതെങ്ങോട്ടാ കയറുന്നത്? ഇതിപ്പം സേലം ആയി. സേലത്തിന്റെ ബൈപ്പാസിൽ കൂടെ പോവാം നമ്മള്. സമയപ്പായി 10:15. കിലോമീറ്റർ ഓടി 260. സേലം സിറ്റി ലെഫ്റ്റിലോട്ടാ. ലെഫ്റ്റിലൊക്കെ സേലം ഏരിയ തന്നെ. നമുക്ക് ലെഫ്റ്റ് ഇറങ്ങി പോകണം ഈ റോഡിലോട്ട് പോകാൻ. ഈ റോഡ് കോയമ്പത്തൂർ ലെഫ്റ്റ്. ചെന്നൈ പോകാൻ നേരെ പോയി ആ ബ്രിഡ്ജിന്റെ പുറത്തോട്ട്. അത് അവിടെ നിന്ന് പോകും. ഈ റോഡ് നീടുന്നില്ല. കോയമ്പത്തൂർ പാലക്കാട് 203. പാലക്കാട് 203 കിലോമീറ്റർ. അടുത്ത ഇനി ഈ റോഡാ വരുന്നത്. 57. എത്രയായിരുന്നു എഴുതിയത്? കണ്ടില്ല. അർത്ഥട്ടെ. വീണ്ടും ഒരു ടോള് വന്നു. കുമാരപ്പാലയം. സേലം കുമാരപ്പാലയം ടോൾ റോഡ്. കുമാരപാളയം. കുമാരപ്പാളയം. തെങ്ങന്തോപ്പുകളാണ് മൊത്തം ഇവിടെ മൊത്തം. എന്തുവാ ലെഫ്റ്റിൽ കാണാം? കാവേരി നദിയായിരുന്നു. കാവേരി നദിയുടെ പുറത്തുനിന്നാ പോകുന്നത്. മേളിൽ കൂടെ നമ്മള് പോകുന്നുണ്ടോ? ഈ റോഡ് അടുക്കാറായി. വീണ്ടും ഒരു ടോള് വന്നു. ടോളിനൊരു കുറവില്ലേ? ഒരുപാട് ടോളാ. ഈ റോഡ് അടുക്കാറായി. ഇപ്പൊ ഇത് നമ്മള് തിരുപ്പൂർ ബൈപ്പാസിൽ കൂടെ പോവുക. ഇനിയും കോയമ്പത്തൂർ 45 കിലോമീറ്റർ ഉണ്ട്. തിരുപ്പൂർ പോകാൻ ലെഫ്റ്റില് കുറേ ലെഫ്റ്റ് ടേൺ ഉണ്ട്. ലെഫ്റ്റിലോട്ട് അകത്തോട്ട് പോകുന്ന തിരുപ്പൂരിലോട്ട് പോകുന്നത്. ഇവിടെ തുണിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റ്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. ഫാക്ടറീസ് ഉണ്ട്. വീണ്ടും ഒരു ടോള് വന്നു. ഏതാ ടോളിന്റെ പേര്? ചെങ്കപ്പള്ളി വാളയാർ ടോൾ. ചെങ്കപ്പള്ളി വാളയാർ. ഫ്രണ്ടിൽ വാളയാർ ചെക്ക് പോസ്റ്റ് വരും. കോയമ്പത്തൂർ ഇനി ഇവിടുന്ന് 25 കിലോമീറ്റർ. കേരളത്തോട് അടുക്കുന്ന. കോയമ്പത്തൂർ ഇനി 25 കിലോമീറ്റർ ഉണ്ട്. നേരത്തെ അത് ടോൾ അല്ലായിരുന്നു, എൻട്രി ആയിരുന്നു. ഇത് എൻട്രിയാണ്. തൃച്ചി ലെഫ്റ്റിലോട്ട് പോകുന്ന തൃച്ചി, നേരെ പോകുന്ന പാലക്കാട്. അതെന്തോടെ ലെഫ്റ്റ് ഫാക്ടറി അല്ല? നീ മണ്ണ് പൊട്ടിക്കത്തില്ല, പാറ പൊട്ടിച്ചിട്ട് മണ്ണുണ്ടാക്കുന്നത്. അത് അങ്ങനെയുള്ള ആയിരിക്കും. പാലക്കാട് ഇനി 22 കിലോമീറ്റർ ഉണ്ട്. വാളയാർ ചെക്ക് പോസ്റ്റ് ഇപ്പൊ കഴിഞ്ഞ്. കുറെ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അപ്പം നമ്മളിനി കേരളത്തിലോട്ട് എൻട്രി ചെയ്ത്, തമിഴ്നാട് വിട്ട് കേരളത്തിൽ എൻട്രി ചെയ്ത്. വാളയാർ വടക്കാഞ്ചേരി എക്സ്പ്രസ്. ഇത് കേരളത്തിന്റെ ആദ്യത്തെ ടോൾ പ്ലാസ ആണ്. വാളയാർ വടക്കാഞ്ചേരി വാളയാർ എക്സ്പ്രസ്. വടക്കാഞ്ചേരി. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണിത്. നമ്മൾ പാലക്കാട് എൻട്രി ചെയ്ത് ലുലു മോളാണിത്. കൊച്ചിനിലും ഉണ്ട്, കൊച്ചിനിലും ഉണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, ഇപ്പം പാലക്കാട്. സർവീസ് റോഡിൽ വിടുക. റോഡ് പണി ആയതുകൊണ്ട് സർവീസ് റോഡിലോട്ട് മാറ്റി. ഹൈവേന്ന് വെളി വന്നു.
ലെഫ്റ്റ് എക്സിറ്റ് പോകുന്ന വടക്കാഞ്ചേരിയിലോട്ടാണ്. വടക്കാഞ്ചേരി നേരെ ഇനി കൊച്ചി, എറണാകുളം കൊച്ചി, തൃശ്ശൂരൊക്കെ നേരെ. തൃശ്ശൂർ എക്സ്പ്രസ് വേ പ്രൈവറ്റ് ലിമിറ്റഡ്. പന്നിയൻകര ടോൾ പ്ലാസ. എന്താ ടോൾ പ്ലാസയുടെ പേര്? പന്നിയൻകര ടോൾ പ്ലാസ. പന്നിയൻകര ടോൾ പ്ലാസ. ടോൾ പ്ലാസ. ഇതായിരിക്കും ഒരു പറയുന്നത് പന്നിയൻകര. ഇത് കേരളത്തിന്റെ ഫസ്റ്റ് ടോളാണോ? ആയിരിക്കും, അറിയത്തില്ല. എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മുടെ ടോൾ അല്ലായിരുന്നു അടച്ചത്, ഒരു എൻട്രി ചെയ്തതെന്ന് തോന്നുന്നു. ചർച്ച കണ്ടിന്യൂ. റൈറ്റ് സൈഡിൽ നോക്കാം. ചർച്ച. എല്ലായിടും റോഡ് പണിയല്ലേ കേരളത്തിന്റെ? ഇവിടെ കയറിയപ്പോ നല്ല റോഡ് അവിടെയും പണിയാണ്. ഒരു സൈഡ് ബന്ധമല്ല, ഒരു സൈഡ് ടണൽ വന്ന് കേരളത്തിന്റെ ഏക ഒരു ടണലാ കുതിരൻ ടണൽ ഇല്ലേ? ജലസേചന വകുപ്പിന്റെ വെള്ളം കൊണ്ടുപോകുന്ന കനാലില്ലയോ വെള്ളം കൊണ്ടുപോകുന്ന കൃഷിക്ക് ആവശ്യമായിട്ടുള്ള അതിന്റെ ഗുരുവായൂർ ഇവിടുന്ന് 34 കിലോമീറ്റർ. ഇവിടുന്ന് ലെഫ്റ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. നേരെ പോകുമ്പോൾ തൃശ്ശൂർ ഇനിയും 5-6 കിലോമീറ്റർ. ഇപ്പം സമയം 4 മണിയായി. നമ്മൾ രാവിലെ തൊട്ട് 5 മണിക്കായിരുന്നു തിരിച്ച്. 11 മണിക്കൂർ റണ്ണിങ് ആയി. കിലോമീറ്റർ 550 550. നമ്മളിപ്പം തൃശ്ശൂരിലാണ്. ഇനി അങ്ങോട്ട് നമ്മൾ എറണാകുളത്തിലോട്ട് പോവാം. ഇവിടെയൊക്കെ മഴ ചാറ്റൽ തുടങ്ങിയോ? ഫ്രണ്ടിൽ നല്ല കോളുണ്ട്, അറിയാൻ വയ്യ ഇനി എങ്ങനെയാന്ന്. ഇവിടെ ഇത് രണ്ടാമത്തെ ടോൾ പ്ലാസ കേരളത്തിന്റെ. എന്തോ ടോൾ പ്ലാസ പേര്? ഞാൻ തോന്നുന്നു, എനിക്കറിയത്തില്ല, ഒന്നും എഴുതി വെച്ചിട്ടില്ല. നമ്മൾ ചാലക്കുടി എത്തി. കലാഭവൻ മണിയുടെ സ്ഥലം നമ്മുടെ അതിന്റെ ബൈപ്പാസിൽ കൂടെ പോവാ. ഇപ്പം 4:20 ആയുള്ളു. ഫുള്ള് മഴയുടെ കോള. ഫ്രണ്ടിൽ നല്ല മഴയാന്ന് തോന്നുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയാ. നല്ല മഴ, കണ്ണ് കാണാൻ വയ്യാത്ത മഴ. എറണാകുളം ജില്ലയായി സ്റ്റാർട്ടായി. എറണാകുളം സ്റ്റാർട്ടായി. പക്ഷെ ഭയങ്കര, ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര മഴ. ആലുവ പാലമായത്. ഇവിടെ പാലത്തിലും പണി നടക്കുക. ട്രാഫിക് ഒത്തിരി ജാമ. 3/4 മണിക്കൂർ കൊണ്ട് ജാമായിരുന്നു ഇവിടെ. ഭയങ്കര ട്രാഫിക് ജാം. ലുലുമോള് പുറേ പോയി. എറണാകുളത്തിന്റെ ലുലുമോൾ ലാസ്റ്റ് ഓളം ഭയങ്കര മഴയാണ്. 8 മണിക്ക് എത്തേണ്ടതായിരുന്നു, ഇപ്പം 10:30 എത്തി. ഇത് 10:30 ഡിസ്ട്രിക്ട് പോലീസ് വെൽക്കംസ് യു. ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. ഈ സൈഡ് എന്താ എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണോ? സമയം 7 മണിയായി. 620 കിലോമീറ്റർ ഓടി. 2 മണിക്കൂർ ജാം. ഇനി അങ്ങോട്ട് എത്ര കിടക്കുന്നു? ഞാൻ
ഇപ്പോൾ സമയം 12 മണിയായി. ഭയങ്കര ട്രാഫിക് ജാമായിരുന്നു. ദാബാസ്പേട്ടിൽ നിന്ന് കേരളത്തിൽ ശാസ്താംകോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തിൽ ഞങ്ങൾ എത്തി. 220 കിലോമീറ്റർ ഓട്ടോ ആയി. പെട്രോൾ 4600 ടോള് 1250 ഇന്നത്തെ ട്രാവലിൻ്റെ. അങ്ങനെ ടോട്ടൽ പൂനെയിൽ നിന്ന് കേരളം വരെ ടോട്ടൽ കിലോമീറ്റർ ഓടി 1548. പെട്രോളായി 9600. ടോട്ടൽ ടോളായി 2350. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം.